ഞായറാഴ്ചയുടെ തിരക്കുകളിൽ നീങ്ങുന്ന കോഴിക്കോടിന്റെ നഗരമധ്യത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ പുക ഉയർന്ന് തീജ്വാലയായി മാറിയത്. കോഴിക്കോടിനെ മുൾമുനയിൽ നിർത്തിയ പുതിയ ബസ് സ്റ്റാൻഡിലെ തീ അണച്ചതാകട്ടെ 10 മണിക്കൂറിലും. തീപിടുത്തത്തിൽ വിദഗ്ധ പരിശോധന നടത്താനാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും തീരുമാനം. കെട്ടിടത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും തീ കെടുത്തുന്നതിനെ ബാധിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണവും ഈ കെട്ടിടത്തിൽ ഇല്ല എന്നത് ഗുരുതരമായ ഒരു കണ്ടെത്തലാണ്. ഒരു മാസത്തിൽ കോഴിക്കോട് ഉണ്ടാകുന്ന 3ാമത്തെ തീപിടുത്തമാണ് ഇത്. എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടത്? ഈ സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ മറ്റിടങ്ങളിലേക്കും, അതായത് ഇവിടെയൊക്കെ ഫയർ സേഫ്റ്റി മെക്കാനിസം ഉണ്ടോ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഇല്ലെങ്കിൽ അതിൽ തക്കതായ ഇടപെടൽ ഉണ്ടാകണം, പരിഹാരം ഉണ്ടാകണം. അതല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചതുപോലെയുള്ള, ഇന്നലെ ഭാഗ്യം കൊണ്ടാണ് ആളഭയം ഉണ്ടാകാതെ പോയത്, ഇന്നലെ സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുകൊണ്ട് അധികൃതരുടെ ഇടപെടൽ ഉറപ്പായും ഉണ്ടാകേണ്ടുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കാണാം. അതിനുശേഷം ദീപക് ധർമ്മടം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടാകും. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ തീപിടുത്തമുണ്ടായത്. ചെറുതും വലുതുമായ 26ലധികം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് 7 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചത്. കോഴിക്കോട് നഗരത്തിൽ നിരവധി തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ വേഗത്തിൽ കെട്ടാൻ അഗ്നിശമന സേനയ്ക്കും പോലീസിനും കഴിയാറുണ്ട്. പക്ഷേ ഇന്നലെ കണ്ട കാഴ്ച അതായിരുന്നില്ല. തീ അണയ്ക്കാൻ ശ്രമിക്കുന്തോറും ആളിക്കത്തുകയായിരുന്നു. കെട്ടിടത്തിന്റെ ഘടന രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധനകൾ നടക്കുന്നു. കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ്. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവണമല്ലോ. പോലീസ്, ഡോഗ്, ബോംബ് സ്ക്വാഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവർ പരിശോധന നടത്തി. നിലവിൽ ദുരൂഹത ഇല്ലെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് അല്ലാതെ മറ്റ് നിഗമനങ്ങളിലേക്ക് ഇതുവരെ എത്തിയില്ലെന്നും ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരുള്ളൂ എന്നും ഫയർഫോഴ്സ് അറിയിച്ചു. തീ അണയ്ക്കാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണവും ആ കെട്ടിടത്തിലുണ്ടായിരുന്നില്ല. ഫയർ സർവീസിൽ നിന്ന് ഈ ബിൽഡിംഗിന് നോട്ടീസ് നൽകിയിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അധികാരികൾ തന്നെ പറഞ്ഞിട്ടുള്ള അന്വേഷണം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അധികാരികൾ പറയുന്ന അന്വേഷണത്തെക്കാൾ ഉപരിയായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നത് യാഥാർത്ഥ്യമാണ്. തീപിടുത്തത്തിൽ 1ാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഈ അപകടത്തിലെ 1ാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അധികാരെ പ്രതി ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസെടുക്കണം. 1. രണ്ടാമത്, ഈ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കോർപ്പറേഷൻ നൽകണം. ഇന്നും നാളെയൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരണം. കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട. ഇപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തി വരികയാണ്. ഇനി വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഭാഗത്ത് നിന്ന് വന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് പോകാം. നിലവിൽ കസബ പോലീസും അന്വേഷണം തുടങ്ങി. ഫയർ ഒക്കറൻസ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ PP മുകുന്ദന്റെ വ്യാപാര പങ്കാളിയെ കേന്ദ്രീകരിച്ചും അന്വേഷിക്കും. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുകുന്ദന് മർദ്ദനമേറ്റിരുന്നു. പ്രകാശൻ എന്ന വ്യക്തിയിൽ നിന്നാണ് ആക്രമണമുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രകാശൻ റിമാൻഡിലാണ്. ഇത്തരത്തിലുള്ള ഇടപെടൽ തീപിടുത്തത്തിന് പിന്നിലുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. മിഠായി തെരുവിലെ തീപിടുത്തത്തിനു പിന്നാലെ നഗരത്തിലെ കെട്ടിടങ്ങളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇതുൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന ചോദ്യമാണ് ഈ ഒരു തീപിടുത്തത്തോടെ ഉയരുന്നത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.